ഇന്ത്യേ ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരിക്കലും നടക്കില്ല എന്ന് നനച്ച ഒരു യാത്ര നടന്നൊരു കഥയാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി ഉത്രാളിക്കാവ് കണ്ട് ഭാരതപ്പുഴയൊക്കെ കണ്ട് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് എത്തി എവിടെ പോകണം എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ലാത്തതുകൊണ്ട് ഫസ്റ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് റഹ്മത്ത് ഹോട്ടലിലോട്ട് പോയി. അവിടെ ചെന്ന് രാവിലെ തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വെജ് ഐറ്റംസ് ആണ് കേട്ടോ പറഞ്ഞു. അപ്പവും കടലയും വെജ് സ്റ്റ്യൂ ഒക്കെ പറഞ്ഞു കഴിച്ചു. എല്ലാം നല്ലതായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഓട്ടോ പിടിച്ചു. എവിടെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി തന്നെ ഈ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ ചേട്ടൻ്റെ സജഷൻ അനുസരിച്ച് ഏറ്റവും ആദ്യം നമ്മൾ പോയത് പ്ലാനറ്റോറിയത്തിലോട്ടാണ്. അവിടെ ചെന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അവിടെ സയൻസ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളായിട്ട് വരാൻ പറ്റിയൊരിടമാണ് കേട്ടോ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പ്ലാനറ്റോറിയത്തിനകത്തുള്ള സയൻസ് ഷോ കണ്ടു. അതിനകത്ത് വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് എടുത്തിട്ടില്ല. പക്ഷെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഈ മായാലോകത്തേക്കാണ് കേട്ടോ. ഗ്ലാസിൻ്റെ മിററുകളുടെ ഒരു മായാലോകം. അവിടെ പല ടൈപ്പിലുള്ള മിറേഴ്സ് ഉണ്ട്, കുറേ അത്ഭുതങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പ്രായമായിട്ട് നമ്മൾ ഈ കുട്ടികളെ പോലെ അവിടെ എൻജോയ് ചെയ്യും. ഇത് കണ്ടോ, എൻ്റെ കുറച്ച് ഭാഗം കാണാം, അപ്പുറ സൈഡ് കാണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒരേ ടൈമിൽ കുറേ മിറേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഏറെക്കുറെ 2 മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. ചുമ്മാ സംസാരിച്ചിരുന്നും ഷോ കണ്ടുമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാനാണ്. അവിടെ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ചു. ബീഫ് ഫ്രൈയും എല്ലാം നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ബിരിയാണി എവിടത്തെയാണ് നല്ലതെന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിർത്തിയേക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം എന്നുള്ളത് നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷെ കോഴിക്കോട് വന്നിട്ട് ബീച്ചിൽ പോകാതെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമില്ലേ. അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കാനുണ്ടപ്പോൾ ഇങ്ങനെ കൊതിയായിട്ടോ. കാരണം എനിക്ക് ഒന്ന് വെള്ളത്തിലിറങ്ങി പിന്നെ തിരിച്ചു പോലൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ നമ്മുടെ സ്ഥിരം ആക്ടിവിറ്റി ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. ബീച്ചിൽ നിന്ന് നേരെ പോയത് മിഠായി തെരുവിലോട്ടാണ്. എന്നുവെച്ചാൽ കുറച്ച് കണകുണ പർച്ചേസിങ്ങൊക്കെ നടത്തി സൊറൊക്കെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു നടത്തം എന്ന് പറയണത്. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ഹൽവ വാങ്ങിച്ചില്ലേ, നാണക്കേടല്ലേ. അപ്പം അങ്ങനെ ഹൽവയൊക്കെ മേടിച്ച് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഫലൂദയുടെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവിടേക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് അടുത്ത തവണത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കാമെന്ന്. എന്നിട്ട് വന്ദേ ഭാരതിൽ കയറി. ഞാൻ ആദ്യം കയറുന്നതാണ് വന്ദേ ഭാരതിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ യാത്ര സങ്കടം കൂടിയായിരുന്നു. തിരിച്ചുപോക്കുകളല്ലെങ്കിലും സങ്കടം തന്നെയാണല്ലേ. പക്ഷേ നല്ല ഒരു യാത്ര കൂടി പോകാൻ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ യാത്ര തുടരുകയാണ്.